വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം UDF എടുക്കുകയാണ്. അപ്പം ഞാൻ ഇന്നലെ ഒരു അഭ്യർത്ഥന നടത്തി. ഒരു ദിവസം അൻവറിനെ UDF എടുത്തു, ഒരു ദിവസം ജമാഅത്ത് ഇസ്ലാമി എടുത്തു, ഒരു ദിവസം ജോസ് കെ മാണി എടുത്തു. അതെങ്കിലും തീരുമാനിക്കാനുള്ള അവകാശം ദയവ് ചെയ്ത് ഞങ്ങൾക്ക് വിട്ടുതരണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അല്ലല്ല നിങ്ങൾ അതൊന്നുമല്ലല്ലോ, നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസം ഓരോരുത്തരും എടുത്തുകൊണ്ടിരിക്കുക. UDF നിങ്ങൾ എഴുതാണ്. ഞാൻ എന്നിട്ട് എന്നോട് വന്ന് ഉച്ചയ്ക്ക് ചോദിക്കുക എന്തായിരുന്നു. അത് പാർട്ടി അന്വേഷിക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു 2 ദിവസം മുമ്പാണ് ഈ ഒരു കത്ത് കൊണ്ടുവന്ന് തന്നത്. ഞാൻ അവരോട് വിശദമായിട്ട് അത് ചോദിച്ചറിഞ്ഞു. എനിക്ക് അവ്യക്തതയുള്ള ചില ഭാഗം ഞാൻ അവരോട് പറഞ്ഞു, അവ്യക്തതയുണ്ട്, അത് എന്താണെന്ന് ചോദിച്ചു. വിശദമായി അവരുമായിട്ട് ചോദിച്ചറിഞ്ഞു. എന്നിട്ട് ഞാൻ രാവിലെ കണ്ടൊരു ചാനലിൽ ഒരു മാധ്യമപ്രവർത്തകൻ അവരോട് ചോദിക്കുകയാണ്, ഈ കത്ത് കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തരുത്. ഞാൻ ആ കത്ത് കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അതിനോട് പ്രതികരിക്കുന്നത്. എനിക്ക് ആ കത്ത് കിട്ടി, എൻ്റെ കയ്യിൽ എൻ്റെ പറവൂരിലെ ഓഫീസിൽ കൊണ്ടുപോയി തന്നു. എന്നിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് അവരോട്, മകനോടും ഭാര്യയോടും ചോദിക്കുകയാണ്, കിട്ടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അവരെ പ്രകോപിപ്പിക്കുകയാണ്. അവരെനിക്കെതിരെ പറയണം. എന്തിനാണ് ഈ പണിക്ക് പോകുന്നത്? ശരിയാണത്? ഇതാണോ മാധ്യമപ്രവർത്തനം? ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവർ 10 ദിവസം അതിനകം പറയണം. ഞാൻ ഒരു പാർട്ടിയിലെ ബാക്കി എല്ലാവരുമായിട്ട് ആലോചിച്ച് പോകണം. ഇത് ചോദിച്ചിട്ട് മറുപടി പറയാൻ തോന്നും. ഇപ്പോൾ കത്ത് പുറത്തു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി KPCC പ്രസിഡന്റ് തന്നെ അത് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ആ കമ്മിറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത് ഇമ്മച്ചും. അല്ല, അതല്ല, ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്താണ് സംഭവം. ഇപ്പോൾ ഒരു ആക്ഷേപം വന്നു. ആ ആക്ഷേപത്തിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാതെ, അത് അന്വേഷിച്ച് പുറത്തു വരാതെ ഞാൻ അഭിപ്രായം പറയണത് ശരിയാണ്. വൈസ് ചാൻസലർ നിയമനത്തിലെ UGCയുടെ പുതിയ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. ഒരു പുതിയ സെർച്ച് കമ്മിറ്റി, അതായത് കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള ആളെ നിയമിക്കാനുള്ള സ്ഥിതി കാര്യങ്ങൾ പോവുകയാണ്. അത് ഗവർണർമാർക്ക് കൂടുതൽ അധികാരം കൊടുക്കുന്നത് നല്ലതല്ല. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ ഉള്ള സമയത്ത് ഒരു ഫ്രീ ആൻഡ് ഫെയർ സെലക്ഷൻ നടക്കാനുള്ള അന്തരീക്ഷമാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഗവർണർമാരെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് പല ഗവർണർമാരും ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫ്രീ ആൻഡ് ഫെയർ സെലക്ഷൻ വൈസ് ചാൻസലറുടെ കാര്യത്തിൽ നടക്കില്ല എന്നാണ് ഈ UGC ഭേദഗതി കൊണ്ട് വ്യക്തമാകുന്നത്. അത് ശരിയല്ല. അപ്പോൾ കേരളം അത് ഫലപ്രദമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം എങ്ങനെ ചെയ്യണം എന്ന് ആലോചിക്കും. ഞാനൊരു മോശമായിട്ടും പെരുമാറിയില്ല. ഞാൻ അവർ പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ ആ കത്ത് വായിച്ചു നോക്ക്. ആ കത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. വായിച്ചാൽ നിങ്ങളൊന്ന് മുഴുവൻ കത്ത്. അപ്പം ഞാൻ ആ ക്ലാരിറ്റി വരുത്തി. അത് വേണ്ടേ? അത് ഞാൻ മുഴുവൻ അവരുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ മുഴുവൻ വായിച്ചു നോക്കിയത്. പിന്നെ അവരെന്നോട് BJPക്കാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, CPMകാർ പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരു രീതിയിൽ സംസാരിച്ചു. ഏത് അപ്പോൾ ഒരു ഭീഷണിയുടെ രൂപത്തിൽ അവരെന്നോട് സംസാരിച്ചു. നിങ്ങൾക്കറിയില്ല, അതൊന്നും എൻ്റെ അടുത്ത് വില പോകുന്നതല്ല. ഞാൻ പക്ഷേ വളരെ സൗമ്യമായി അത് മുഴുവൻ വായിച്ചറിഞ്ഞു. എനിക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞു. അവരാഗ്രഹിക്കുന്ന ഒരു ഉത്തരം എൻ്റെ നിന്ന് കിട്ടിക്കാണില്ല. ഞാൻ KPCC പ്രസിഡന്റുമായിട്ടും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ച് മറുപടി പറയും എന്നാണ് പറഞ്ഞത്. ഇപ്പം അവർക്ക് വേറെ എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും. ഞാനങ്ങനെ സംസാരിച്ചില്ല. ആത്മഹത്യ ചെയ്ത ഒരാളുടെ മകനും ഭാര്യയും, മകനും കുടുംബാംഗങ്ങളും വരുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ, കാസർഗോഡുള്ള അദ്ദേഹം കൂടി വന്നിട്ടാണ് സംസാരിച്ചത്. വളരെ വിശദമായി ഇരുന്ന് ഏകദേശം അരമണിക്കൂറോളം ഇരുന്ന് അവരുടെ മുമ്പിലിരുന്ന് തന്നെ ഞാൻ വായിച്ചു. എനിക്കും നിങ്ങൾ ആ കത്ത് വായിച്ചു നോക്കും, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗം ഉണ്ടാവും. പിന്നെ കോപ്പി ടു വി.ഡി. സതീശൻ എന്ന് എഴുതിയേക്കണത് അദ്ദേഹം അല്ല എഴുതിയേക്കണത്, വേറൊരു മഷിയിലാണ് എഴുതിയേക്കണത്. അദ്ദേഹം എഴുതിയേക്കണ ആ കത്തിലല്ല. അന്ന് ഞാൻ ചോദിച്ചില്ല. അത് പിന്നീട് ആരെങ്കിലും എഴുതി ചേർത്താവാം, അല്ലെ അദ്ദേഹം തന്നെ എഴുതിയാവാം. എനിക്ക് കുഴപ്പമില്ല. KPCC പ്രസിഡന്റിന് കൊടുക്കുന്ന ഒരു കത്തിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാനത് വായിച്ച് എനിക്കെന്താ അതിൻ്റെ അകത്ത് പ്രശ്നം, എനിക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. അപ്പോൾ അത് അവരുടെ ഒരു വേർഷൻ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇതിൻ്റെ ഇടയിൽ ഒരു വാചകം ക്ലാരിറ്റി ചില ഭാഗത്ത് ഇല്ലയെന്ന് ഞാൻ പറയും. അത് ആര് വായിച്ചു നോക്കിയാലും ആ കത്ത് നിങ്ങളെല്ലാവരും വായിച്ചാണല്ലോ. ആ കത്ത് ചില ഏരിയ നിങ്ങൾക്ക് മനസ്സിലാവില്ല.